ഫിസിക്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് വൈദ്യുതിയുടെ താപഫലം അഥവാ ഹീറ്റിംഗ് ഇഫക്റ്റിനെ കുറിച്ചായിരുന്നു, ഇല്ലേ? അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വൈദ്യുതിയുടെ പ്രകാശഫലം, ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, അതിനെക്കുറിച്ചാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, വൈദ്യുതി കണ്ടുപിടിച്ച കാലം മുതലേ നമ്മൾ വൈദ്യുതിയെ പ്രകാശമാക്കി മാറ്റാനും ആ പ്രകാശം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ ഉപകരണങ്ങളാണ് വൈദ്യുതിയെ പ്രകാശമാക്കി മാറ്റുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ഒന്നിൽ കൂടുതലുണ്ട്. അതെ, നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇലക്ട്രിക് ബൾബുണ്ട്, നമ്മൾ ബൾബ് എന്നൊക്കെ സാധാരണ പറയാം. കൂടാതെ CFLകളുണ്ട്, ഫ്ലൂറസെന്റ് ലാമ്പ് നമ്മൾ അവയെ പറയും. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതാ? ശരിയാണ്, LED ആണ്. അപ്പൊ ഇങ്ങനെ പല ഉപകരണങ്ങൾ ഉപയോഗിച്ചും നമുക്ക് വൈദ്യുതിയെ പ്രകാശമാക്കി മാറ്റുന്നുണ്ട്. എന്നാൽ ഈ ഉപകരണങ്ങളെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇങ്ങനെയൊരു ഉപകരണമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഉപകരണമാണ്, അല്ലേ? എന്താ നിങ്ങൾ പേര് വിളിക്കുന്നത്? ബൾബ് എന്നാണ് പറയുക. പക്ഷെ നമ്മൾ സാധാരണയായിട്ട് ഫിസിക്സിൽ ഇത് പറയുക ഇൻകാൻഡസെന്റ് ലാമ്പ് എന്നാണ് പറയുക. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് നോക്കിക്കേ. ഗ്ലാസ് കൊണ്ടുള്ള ഒരു കവറിംഗ് ഉണ്ട്. ആ കവറിങ്ങിനുള്ളിലായിട്ട് ഇങ്ങനെ വി ഷേപ്പിൽ നിൽക്കുന്ന രണ്ട് കമ്പികളുണ്ട്. കോപ്പർ കമ്പികളാണ്, ചെമ്പ് കമ്പികളാണ്. ഓക്കെ, ആ രണ്ട് കമ്പികളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് സ്പ്രിങ് പോലെയുള്ള വളരെ നേർത്ത ഒരു കമ്പിച്ചുരുളുണ്ട്. അതിനെ നമ്മൾ പറയാ ടങ്സ്റ്റൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഫിലമെന്റ് എന്നാണ് പറയാ. ഫിലമെന്റ് ആണ്. ഇത്രയുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഫിലമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഫിലമെന്റ് ലാമ്പ് എന്നും പേര് വിളിക്കാറുണ്ട്. നമുക്ക് എന്റെ ചിത്രത്തിലേക്ക് നോക്കി പോയാലോ? നോക്കൂ, ഇതാണ് ചെമ്പിന്റെ കമ്പി. രണ്ട് ഭാഗത്തും രണ്ട് ചെമ്പിന്റെ കമ്പിയുണ്ട്. ടങ്സ്റ്റൺ കൊണ്ടുള്ള നേരത്തെ ഫിലമെന്റ് ഉണ്ട്. ഗ്ലാസ് കൊണ്ടുള്ള ഒരു കവറിംഗ് ഉണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. വൈദ്യുതി കടത്തിവിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതി കടത്തിവിടുമ്പോൾ ടങ്സ്റ്റൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഫിലമെന്റ് ചുട്ടുപഴുക്കുകയും നന്നായി ചൂടാവുകയും അത് ധവളപ്രകാശം, വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വൈറ്റ് ലൈറ്റ് എല്ലാ വസ്തുക്കളും പ്രൊഡ്യൂസ് ചെയ്യുമോ? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നിക്രോൺ കമ്പിയിൽ കൂടി വൈദ്യുതി കടത്തിവിട്ടപ്പോൾ വൈറ്റ് ലൈറ്റ് ആണോ പുറത്തേക്ക് വന്നത്? അല്ല, അല്ലേ? റെഡ് ഹോട്ട് കണ്ടീഷനിലോട്ടാണ് നിക്രോൺ കമ്പി മാറുന്നത്. പക്ഷേ ടങ്സ്റ്റൺ വൈറ്റ് ഹോട്ട് കണ്ടീഷനിലോട്ടാണ് മാറുന്നത്. ചുട്ടുപഴുക്കുമ്പോൾ വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടങ്സ്റ്റന് കുറച്ച് പ്രധാനപ്പെട്ട സവിശേഷതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫിലമെന്റ് നിർമ്മിക്കാനായിട്ട് ടങ്സ്റ്റൺ സെലക്ട് ചെയ്യുന്നത്, അല്ലേ? നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? നോക്കൂ, ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന വസ്തുവാണ് ടങ്സ്റ്റൺ. ആ ടങ്സ്റ്റന് പ്രധാനമായും 4 സവിശേഷതകളാണ് ഉള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്. ഒന്നാമത്തെ സവിശേഷത, ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഹൈ റെസിസ്റ്റിവിറ്റി. അതുകൊണ്ട് വൈദ്യുതി കടന്നു പോകുമ്പോൾ അത് എളുപ്പത്തിൽ ചൂടാവുന്നു. രണ്ടാമത്തെ കാര്യം, ഉയർന്ന ദ്രവണാങ്കമുണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പൊ എത്ര ചൂടായാലും അത് എളുപ്പത്തിൽ ഉരുകി പോകുന്നില്ല, മെൽട്ടായി പോകുന്നില്ല. മൂന്നാമത്തെ പോയിന്റ്, നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയുന്നു, ഹൈ ഡക്റ്റിലിറ്റി. എത്ര നേർത്ത കമ്പികളാക്കി മാറ്റാനും ടങ്സ്റ്റന് കഴിയും. നാലാമത്തെ പ്രത്യേകത, ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവുണ്ട്, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദി വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ഈ 4 സവിശേഷതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫിലമെന്റ് നിർമ്മിക്കാനായിട്ട് ടങ്സ്റ്റൺ സെലക്ട് ചെയ്യുന്നതിനുള്ള കാരണം. അപ്പോൾ ഈ 4 പ്രത്യേകതകളുകൊണ്ട് എളുപ്പത്തിൽ ചൂടാകുമ്പോൾ അത് പെട്ടെന്ന് ഉരുകി പോകുന്നില്ല. മാത്രവുമല്ല, വൈറ്റ് ഹോട്ട് കണ്ടീഷനിലോട്ട് മാറുകയും നമുക്ക് വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഫിലമെന്റിന് കേടൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇതിനകത്ത് മറ്റൊരു ക്രമീകരണം കൂടിയുണ്ട്. ഈ ബൾബിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉള്ളതായി നിങ്ങൾക്കറിയാമോ? ബൾബിന്റെ ഉള്ളിൽ വായു ഉണ്ടെങ്കിലോ? ശരിയാണ്, വായുവിൽ ഓക്സിജൻ ഉണ്ട്, അല്ലേ? ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഒരു വസ്തുവിനെ ചൂടാക്കുമ്പോൾ അതിന് ഓക്സീകരണം സംഭവിച്ച് നശിച്ചു പോകും. അപ്പൊ ഈ ബൾബിന്റെ ഉള്ളിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ അഥവാ വായു ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ചൂടാകുമ്പോൾ
ഫിലമെന്റ് ഡാമേജ് ആയി പോകും, കത്തിപ്പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ വായു ഉണ്ടാകാൻ പാടില്ല. അത് ആദ്യകാലങ്ങളിലൊക്കെ വായു നീക്കം ചെയ്ത, വായു ഇല്ലാത്ത വാക്വം ബൾബുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ദോഷമുണ്ടായിരുന്നു. അത് എളുപ്പത്തിൽ ഫിലമെന്റ് ബാഷ്പീകരണം സംഭവിച്ച്, പേപ്പറൈസേഷൻ സംഭവിച്ച് അതൊരു ഇരുണ്ട നിറത്തിലേക്ക് മാറുകയും അതിന്റെ വെള്ള നിറത്തിലുള്ള പ്രകാശം പുറപ്പെടുവിക്കാനുള്ള ആ കഴിവ് കുറയുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ അലസവാതകങ്ങൾ നിറയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ നൈട്രജൻ എന്ന വാതകം. ഇപ്പോൾ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് നൈട്രജൻ എന്ന വാതകമാണ് ഇതിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത്. എന്താ അലസവാതകങ്ങളുടെ പ്രത്യേകത? എത്രാമത്തെ ഗ്രൂപ്പ് അലസവാതകങ്ങൾ? ഇനേർട്ട് ഗ്യാസ്, നോബിൾ ഗ്യാസ് എന്നൊക്കെ നമ്മൾ വിളിക്കുവാനെ. ശരി, 18th ഗ്രൂപ്പാണ്, 18ാം ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിന്റെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിന് രാസപ്രവർത്തന ശേഷി വളരെ കുറവാണ്. അത് ഇന്നാക്റ്റീവാണ്, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കില്ല. അതുകൊണ്ട് അലസവാതകങ്ങളോ അതുപോലെ തന്നെ അലസവാതകങ്ങളുടെ അതേ സ്വഭാവമുള്ള മറ്റൊരു വാതകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോൾ നമ്മൾ ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്നത് നൈട്രജൻ വാതകമാണ്. 2-3 സവിശേഷതകൾ നൈട്രജൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നൈട്രജൻ നിറയ്ക്കാൻ കാരണം. ഒന്നാമതായി, നൈട്രജൻ ഈസ് മോസ്റ്റ് അബണ്ടന്റ് ഇൻ നേച്ചർ. നൈട്രജൻ പ്രകൃതിയിൽ സുലഭമാണ്, ധാരാളമായി ലഭിക്കുന്നതാണ്. ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ വ്യത്യാസം, ഊഷ്മാവിലുണ്ടാവുന്ന ചെറിയ വ്യത്യാസം നൈട്രജനെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. നൈട്രജൻ കാര്യമായിട്ട് വികസിക്കുന്നില്ല, എക്സ്പാൻഡ് ചെയ്യുന്നില്ല. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, അറ്റ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, സാധാരണ അന്തരീക്ഷ മർദ്ദത്തിലും ഊഷ്മാവിലും നൈട്രജൻ ആക്ട് ലൈക്ക് ഇനേർട്ട് ഗ്യാസ്. നൈട്രജൻ ഒരു ഇനേർട്ട് ഗ്യാസ് അഥവാ അലസവാതകത്തെ പോലെ പ്രവർത്തിക്കും. ഈ 2-3 സവിശേഷതകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബൾബിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് നൈട്രജൻ വാതകമാണ്. നമുക്കൊരു ഇൻകാൻഡസെന്റ് ലാമ്പിനെ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കിയാലോ? നോക്കാം. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. പ്രകാശം പുറത്തേക്ക് തരുന്നുണ്ട് അല്ലേ? നല്ല വൈറ്റ് ലൈറ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ല, ഒരു ചെറിയൊരു മഞ്ഞ നിറം കൂടിയ ഒരു യെല്ലോയിഷ് ലൈറ്റാണ് നമുക്ക് ഈ ബൾബിൽ നിന്ന് അഥവാ ഇൻകാൻഡസെന്റ് ലാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഒന്ന് തൊട്ടു നോക്കിയാലോ? കുറച്ചു നേരം പ്രവർത്തിപ്പിച്ചതിന് ശേഷം ഒന്ന് തൊട്ടു നോക്കിയാലോ? നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇൻകാൻഡസെന്റ് ലാമ്പിൽ കൂടി വൈദ്യുതി കടത്തിവിടുമ്പോൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കറണ്ടിന്റെ ഭൂരിഭാഗവും ഹീറ്റായിട്ട് വേസ്റ്റ് ആയി പോവുകയാണ്. താപരൂപത്തിൽ ഇങ്ങനെ വേസ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രിക് എനർജി സപ്ലൈഡ് ടു ദി ഇൻകാൻഡസെന്റ് ലാമ്പ് ഈസ് വേസ്റ്റ് ഇൻ ദി ഫോം ഓഫ് ഹീറ്റ്. വെറുതെ ഇങ്ങനെ ഹീറ്റായിട്ട് ഇങ്ങനെ വേസ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഈ ബൾബുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പൊ ഇതിന് പകരം ഏതൊക്കെ സാധനങ്ങളായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക? നമുക്ക് നോക്കിയാലോ? ഇൻകാൻഡസെന്റ് ലാമ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇതിന്റെ പോരായ്മയും നമ്മൾ പഠിച്ചു. എന്നാൽ ഈ പോരായ്മയെ മറികടക്കുന്നതിനായി നമ്മൾ പിൽക്കാലത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയ മറ്റൊരു പ്രകാശ സ്രോതസ്സാണ് ഡിസ്ചാർജ് ലാമ്പ്. എന്തൊക്കെയാണ് ഒരു ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് നമുക്ക് നോക്കിയാലോ? നോക്കൂ. ഒരു ഗ്ലാസ് ട്യൂബ്, നീളം കൂടിയ ഒരു ഗ്ലാസ് ട്യൂബ്. ആ ഗ്ലാസ് ട്യൂബിന്റെ 2 അഗ്രങ്ങളിലായി 2 ഇലക്ട്രോഡുകൾ. ഈ ട്യൂബിനുള്ളിൽ അനുയോജ്യമായിട്ടുള്ള വാതകങ്ങൾ നിറച്ചിരിക്കുന്നു. ഡിസ്ചാർജ് ലാമ്പ് ആർ എ ഗ്ലാസ് ട്യൂബ് ഫിറ്റഡ് വിത്ത് 2 ഇലക്ട്രോഡ്സ്. 2 ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചിട്ടുള്ള നീളമുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ട്യൂബിന്റെ ഉള്ളിൽ വാതകം നിറച്ചിരിക്കുന്നു. ആ വാതകം നമ്മൾക്ക് ലഭിക്കേണ്ട ലൈറ്റിന്റെ കളറിനനുസരിച്ച് വാതകം മാറുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനമെന്ന് നമുക്ക് നോക്കാം. When high voltage is applied in between the 2 electrode, 2 ഇലക്ട്രോഡുകൾക്കിടയിൽ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഉയർന്ന തോതിലുള്ള വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദി
some of the gas molecules inside the glass tube gets ionized. ഇതിന്റെ ഉള്ളിലുള്ള ഗ്ലാസ് ട്യൂബിന് ഉള്ളിലുള്ള ചില വാതക തന്മാത്രകൾ അയോണുകളായി മാറുന്നു. ഈ അയോണുകൾ ട്യൂബിന്റെ ഒരു ഭാഗത്തുനിന്ന് മറ്റേ ഭാഗത്തേക്ക് അതിവേഗതയിൽ ചലിക്കുന്നു. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത്, ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അവ അയോണായി മാറാത്ത ആറ്റങ്ങളുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു, കൂട്ടിയിടിക്കുമ്പോൾ ആ ആറ്റങ്ങൾ എക്സൈറ്റഡ് സ്റ്റേജിലേക്ക് മാറുന്നു. എക്സൈറ്റഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഉയർന്ന എനർജിയുള്ള അവസ്ഥയിലേക്ക്, ഉയർന്ന ഊർജമുള്ള അവസ്ഥയിലേക്ക് മാറുന്നു. നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, ഒരു ആറ്റത്തിന് ഉയർന്ന എനർജിയിൽ സ്ഥിതി ചെയ്യുവാൻ കഴിയില്ല. അപ്പോൾ അതിന്റെ സ്ഥിരത നഷ്ടപ്പെടും, സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നു. അപ്പോൾ വീണ്ടും സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ എനർജി കുറയ്ക്കണം. എനർജി കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവയ്ക്ക് ലഭിച്ച എനർജി പുറത്തേക്ക് കളയണം. ആ ലഭിച്ച എനർജി പ്രകാശമായിട്ട് പുറത്തേക്ക് കളയുന്നു. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പ്രകാശം കിട്ടുന്നു. ഇങ്ങനെയാണ് ഒരു ഡിസ്ചാർജ് ലാമ്പ് പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ അത് ഒന്ന് വിശദീകരിച്ചു തരാം. ട്യൂബിനുള്ളിലുള്ള 2 ഇലക്ട്രോഡിൽ കൂടി ഹൈ വോൾട്ടേജിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ ട്യൂബിനുള്ളിലുള്ള വാതകം അയോണുകളായി മാറി വളരെ വേഗതയിൽ 2 ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ആറ്റവുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേജിലോട്ട്, ഉയർന്ന എനർജി സ്റ്റേജിലേക്ക് മാറുന്നു. അപ്പോൾ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നു, സ്ഥിരത നഷ്ടപ്പെടുന്നു. സ്റ്റെബിലിറ്റി വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലഭിച്ച ആ ഉയർന്ന എനർജിയെ പുറത്തേക്ക് കളയുന്നു, ലൈറ്റായിട്ട് പുറത്തേക്ക് നമുക്ക് തരുന്നു. അതാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചു കഴിഞ്ഞു, ഒരാറ്റത്തിന്റെ സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളിൽ ഇലക്ട്രോണുകളുണ്ട്. ആ ഇലക്ട്രോൺ, ഒന്നാമത്തെ ഷെൽ കെ ഷെല്ല്, അതിലെ ഇലക്ട്രോണുകൾക്ക് ഏറ്റവും കുറഞ്ഞ ഊർജം, ഏറ്റവും കുറഞ്ഞ എനർജി ലെവലായിരിക്കും. അപ്പോൾ ഈ കൂട്ടിയിടിക്കുന്ന സമയത്ത്, ഈ ട്യൂബിനുള്ളിലുള്ള വാതകം കൂട്ടിയിടിക്കുന്ന സമയത്ത് താഴ്ന്ന എനർജി ലെവലിലുള്ള ഇലക്ട്രോൺസ് ഉയർന്ന എനർജി ലെവലിലോട്ട്, കെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ചിലപ്പോൾ എല്ലിലോട്ടോ എമ്മിലോട്ടോ ഒക്കെ മാറ്റപ്പെടാം. അപ്പോൾ ഉയർന്ന എനർജി ലെവലിലോട്ട് മാറ്റപ്പെടുകയും അപ്പോൾ അവരുടെ സ്ഥിരത നഷ്ടപ്പെടുകയും, അപ്പോൾ സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ട് എനർജി ലൈറ്റായിട്ട് പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് ഒരു ഡിസ്ചാർജ് ലാമ്പ് പ്രവർത്തിക്കുന്ന വിധം. ആ നിറച്ചിരിക്കുന്ന വാതകത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന കളറ് മാറും, പ്രകാശത്തിന്റെ നിറം മാറും. ആ എനർജി ലെവലിലുള്ള ഡിഫറൻസിനനുസരിച്ചാണ് ഈ കളർ ചേഞ്ച് ആവുന്നത്. ഇപ്പൊ മെർക്കുറിയാണ് നമ്മൾ നിറയ്ക്കുന്നതെങ്കിൽ നമുക്ക് വൈറ്റ് ലൈറ്റ് ആണ് ലഭിക്കുന്നുണ്ടാവുക. ഹൈഡ്രജൻ ആണ് നമ്മൾ നിറയ്ക്കുന്നുണ്ടെങ്കിൽ ബ്ലൂ കളറിലുള്ള ലൈറ്റ് നമുക്ക് ലഭിക്കും. നൈട്രജൻ ആണ് ലഭിക്കുന്നതെങ്കിൽ റെഡ് കളറിലുള്ള ലൈറ്റ് ആണ് നമുക്ക് ലഭിക്കുക. ക്ലോറിൻ ആണെങ്കിൽ നമുക്ക് ഗ്രീൻ കളറിലുള്ള ലൈറ്റ് ലഭിക്കുന്നു. നിയോൺ ആണെങ്കിൽ നമുക്ക് ഓറഞ്ച് കളറിലുള്ള ലൈറ്റ് ആയിരിക്കും ലഭിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇത്തരത്തിലാണ് ഒരു ഡിസ്ചാർജ് ലാമ്പ് സർക്യൂട്ടിൽ പ്രവർത്തിക്കുന്ന വിധം. നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്ലൂറസെന്റ് ലാമ്പ്, നമ്മൾ ട്യൂബ് ലൈറ്റിനൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഡിസ്ചാർജ് ലാമ്പാണ് ഫ്ലൂറസെന്റ് ലാമ്പ്. അതോടൊപ്പം തന്നെ അതിന്റെ കോമ്പാക്ട് രൂപമാണ് നമ്മൾ ഉപയോഗിക്കുന്ന CFL, കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. നമുക്ക് അത്തരത്തിലുള്ള ഒരു ലാമ്പും കൂടെ പ്രവർത്തിപ്പിച്ച് നോക്കാം. ഒരു CFL സർക്യൂട്ടിൽ ഘടിപ്പിച്ച് സ്വിച്ച് ഓൺ ചെയ്യുന്നു. അപ്പൊ നമുക്ക് നല്ല വെള്ള നിറത്തിലുള്ള പ്രകാശമാണ് പുറത്തേക്ക് തരുന്നത്. നല്ല, നേരത്തെ നമ്മൾ പഠിച്ച ഇൻകാൻഡസെന്റ് ലാമ്പിനെ പോലെ തന്നെ നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ താപം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇവിടെ എനർജി ഹീറ്റായിട്ട് വേസ്റ്റ് ആയി പോകുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറിറ്റ് എന്ന് പറഞ്ഞാൽ, മേന്മ എന്ന് പറഞ്ഞാൽ, ഇവിടെ എനർജി ഇൻകാൻഡസെന്റ് ലാമ്പിലേതുപോലെ ഹീറ്റിന്റെ രൂപത്തിൽ എനർജി വേസ്റ്റ് ആവുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ ഇതിനൊരു ദോഷവും കൂടിയുണ്ട്. ഇതിന്റെ ട്യൂബിനുള്ളിൽ നിറച്ചിരിക്കുന്നത് മെർക്കുറി എന്ന് പറയുന്ന വാതകമാണ്. ആ മെർക്കുറി നമുക്ക് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു വാതകമാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഈ മെർക്കുറിയുടെ അംശം വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ട്യൂബ് ഇത്തരത്തിലുള്ള ലാമ്പുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു അപകടം കൂടി നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ വളരെയധികം ഈ ലാമ്പുകൾ ഉപയോഗിക്കാത്തതിന്റെ ഒരു കാരണം കൂടി. ഇത്രയുമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, ഡിസ്ചാർജ് ലാമ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള പ്രകാശ സ്രോതസ്സുകളെ കുറിച്ച് പരിചയപ്പെട്ടു. ഇൻകാൻഡസെന്റ് ലാമ്പ്, അതുപോലെ തന്നെ ഡിസ്ചാർജ് ലാമ്പ്. രണ്ടിനും ചില പരിമിതികൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി, അല്ലേ? ഈ പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ
സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കാറില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൂടുതലായി നമ്മൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് മറ്റൊരു ബൾബിനെയാണ്. ഏതായിരിക്കും അത്? ശരിയാണ്, LED ബൾബാണ് അല്ലേ? LED ബൾബിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്തായിരിക്കും ഇതിനുള്ള മറ്റ് 2 ബൾബുകളെ അപേക്ഷിച്ച് ഇതിനുള്ള മേന്മകൾ എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് പറയാൻ പറ്റുമോ? പ്രധാനമായിട്ടും ഇതിന് നമുക്ക് പറയാനുള്ളത്, ഇതിന്റെ ഉള്ളിൽ ഫിലമെന്റ് ഇല്ലാത്തതിനാൽ വൈദ്യുതി താപമായി പാഴായി പോകുന്നില്ല. As there is no filament, there is no loss of energy in the form of heat. അതാണ് ഒന്നാമത്തെ ഇതിന്റെ ഗുണമെന്ന് പറയുന്നത്. മാത്രമല്ല, ഇതിന്റെ ഉള്ളിൽ ഒരു ഡിസ്ചാർജ് ലാമ്പിൽ ഉള്ളതുപോലെ, ഒരു CFL ഉള്ളതുപോലെ മെർക്കുറി ഇല്ലാത്തതിനാൽ ഇത് പരിസ്ഥിതിക്ക് ഹാനികരവുമല്ല. Since there is no mercury, it is not harmful to the environment. ഇത് പ്രകൃതിക്ക് ഹാനികരവുമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബൾബുകൾ ഇപ്പോൾ സെലക്ട് ചെയ്യാൻ വേണ്ടി കാരണം. കൂടാതെ ഇതിന് വേറെയും ചില മേന്മകളുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? നോക്കൂ. ലോ പവർ കൺസംഷൻ, കുറഞ്ഞ വൈദ്യുത ഉപഭോഗം. ഹൈ എഫിഷ്യൻസി, ഉയർന്ന ക്ഷമതയുണ്ട്. ഹൈ ലോങ്വിറ്റി, കൂടുതൽ ആയുസ്സുണ്ട്. നോട്ട് ഹാംഫുൾ ടു ദി എൻവയോൺമെന്റ്, പരിസ്ഥിതിക്ക് ഹാനികരവുമല്ല. ഇത്രയും മേന്മകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ മറ്റുള്ള പ്രകാശ സ്രോതസ്സുകൾക്ക് പകരമായിട്ട് LED ബൾബ് സെലക്ട് ചെയ്യുന്നതിനുള്ള കാരണം. അപ്പൊ LED ബൾബിന്റെ പ്രധാനപ്പെട്ട മേന്മകൾ എല്ലാവരും പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണത്. ഇനി നമുക്ക് LED ബൾബിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് പരിചയപ്പെട്ടാലോ? നമുക്ക് നോക്കാം LED ബൾബിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം. ആദ്യമായി ഇതാണ്, നമ്മൾ ഹോൾഡറിലേക്ക് ഉറപ്പിക്കുന്ന ഭാഗമാണിത്. ബേസ് യൂണിറ്റ് എന്നാണ് ഇതിനെ പറയുക. ഇതിന്റെ ഈ ഭാഗങ്ങളിൽ ഒരു ദ്വാരം കാണാം, 2 ദ്വാരങ്ങൾ കാണാം. ആ ദ്വാരത്തിൽ കൂടിയാണ് വയർ കടത്തി ഇത് ഉറപ്പിക്കുന്നത്. ബേസ് യൂണിറ്റ് എന്നാണ് ഇതിന് പറയുക. രണ്ടാമതായിട്ടുള്ള ഭാഗം ഇതാണ്. ഈ ഭാഗത്തിനെ നമ്മൾ ഹീറ്റ് സിങ്ക് എന്നാണ് പറയുക. ഹീറ്റ് സിങ്ക്. LED ബൾബിന്റെ ഉള്ളിൽ വളരെ ചെറിയ തോതിലുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, താപം ഉണ്ടാവുന്നുണ്ട്. ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ധർമ്മം എന്ന് പറയുന്നത്, ഹീറ്റ് സിങ്ക്. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പവർ സപ്ലൈ ബോർഡാണ്. കൂട്ടുകാർക്കറിയാം, നമ്മുടെ വീട്ടിൽ വരുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 230 വോൾട്ടിലുള്ള AC വൈദ്യുതിയാണ്. പക്ഷേ ഒരു LED ബൾബ് പ്രവർത്തിക്കുന്നത് DC വൈദ്യുതിയിലാണ്. അപ്പോൾ ആ ACയെ DC ആക്കി മാറ്റി അനുയോജ്യമായ വോൾട്ടേജിലേക്ക് ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ജോലി. പവർ സപ്ലൈ ബോർഡ് എന്നാണ് ഇതിന് നമ്മൾ പേര് വിളിക്കുക. ഇതിന്റെ 2 ഭാഗങ്ങളും നിങ്ങൾ കാണുന്നുണ്ട്, 2 വയറുകൾ കാണുന്നുണ്ടാവും. ഈ ഭാഗത്ത് ഇൻപുട്ടാണ്, നമുക്ക് AC നൽകുന്ന ഭാഗമാണ് ഇത്. ഇങ്ങോട്ടേക്ക് AC നമ്മൾ കൊടുക്കുന്നു. ഈ 2 വയറിൽ നിന്ന് നമുക്ക് DC ആണ് പുറത്തേക്ക് ലഭിക്കുന്നത്. അപ്പൊ LED-ലോട്ട് കണക്ഷൻ കൊടുക്കേണ്ടത് ഇതാണ്. ഓക്കെ, പവർ സപ്ലൈ ബോർഡ്. മറ്റൊരു ഭാഗമാണിത്. നമ്മൾ പറയുക ബേസ് പ്ലേറ്റ് എന്നാണ് ഇതിന്റെ പേര്. ഈ ബേസ് പ്ലേറ്റിന്റെ മുകളിലാണ് നമ്മൾ LED ബൾബുകളെ ഉറപ്പിക്കുന്നത്. LED പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്നും നമ്മൾ പേര് വിളിക്കുന്ന LED ബൾബുകളെ ഉറപ്പിക്കുന്നത് ഈ ബേസ് പ്ലേറ്റിന് മുകളിലാണ്. ഇനി ഇവിടെ ഉറപ്പിക്കുന്ന LED ചിപ്പ്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് പേര് വിളിക്കുന്ന കുറെ LEDകളെ സീരീസ് ആയിട്ട്, ശ്രേണിയായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ക്രമീകരണമാണിത്. LED ചിപ്പ് എന്ന് നമുക്ക് പറയും, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്നും നമുക്ക് ഇതിന് പേര് വിളിക്കാറുണ്ട്. അവസാനമായിട്ട് ഡിഫ്യൂസർ കപ്പ് എന്ന് പേര് വിളിക്കുന്ന, നമ്മൾ
ഏറ്റവും പുറമെ ഏറ്റവും വലുതായി കാണുന്ന ഒരു ഭാഗമാണ് ഡിഫ്യൂസർ കപ്പ്. ഇത്രയുമാണ് ഒരു LED ബൾബിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി LED ബൾബ് നിർമ്മിക്കാനൊന്ന് പഠിച്ചു നോക്കിയാലോ നമുക്ക്. തൽക്കാലം ഞാൻ സോൾഡർ ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല, പക്ഷെ എങ്കിലും ഒരു LED ബൾബ് എങ്ങനെയാണ് നമുക്ക് നിർമ്മിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി ബേസ് പ്ലേറ്റിൽ ഞാൻ ഈ LED ചിപ്പിനെ ഉറപ്പിക്കുകയാണ്. സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ LED ചിപ്പിനെ ഈ ബേസ് പ്ലേറ്റിൽ ഇതുപോലെ ഉറപ്പിച്ചു വെക്കുന്നു. ഇനി നോക്കൂ, പവർ സപ്ലൈ ബോർഡാണ്. ഈ പവർ സപ്ലൈ ബോർഡിനെ ഞാൻ ഈ ഹീറ്റ് സിങ്കിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടത്തി വെക്കുന്നു. അപ്പോൾ കൂട്ടുകാർ കാണുന്നുണ്ടാവും, ഇതിന്റെ രണ്ട് അഗ്രങ്ങൾ ഇങ്ങനെ വയറിന്റെ രണ്ട് അഗ്രങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ടാവും. ആ രണ്ട് അഗ്രങ്ങളെ നമ്മൾ ബേസ് യൂണിറ്റിന്റെ അടിഭാഗത്തുള്ള രണ്ട് ദ്വാരങ്ങളിലേക്ക് കടത്തി വെക്കുന്നു. കൂട്ടുകാർ കാണുന്നുണ്ടാവും, അതിന്റെ രണ്ട് വയറുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ വയറുകളെ നമ്മൾ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഇവിടെ സോൾഡർ ചെയ്തിട്ട് ഉറപ്പിക്കുന്നു. അപ്പൊ ഇവിടെയാണ് നമ്മൾ AC വൈദ്യുതി നൽകുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ AC വൈദ്യുതി നൽകുന്നത്. അത് ഈ സർക്യൂട്ട് ബോർഡിൽ കൂടെ കടന്നു പോകുമ്പോൾ AC വൈദ്യുതി DC ആയിട്ട് മാറി ഇവിടെ നിന്ന് നമുക്ക് DC കിട്ടുന്നു. ഈ DC വൈദ്യുതിയെ നമുക്കിനി LED ചിപ്പിലേക്ക് ഘടിപ്പിക്കണം. അപ്പൊ ഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ സമീപത്തുള്ള ദ്വാരത്തിൽ കൂടി നമ്മൾ വയറുകളെ കടത്തുന്നു. ഈ ബേസ് പ്ലേറ്റിൽ കൂടി കടത്തിയ രണ്ട് വയറുകളെ LED ചിപ്പിൽ കൊടുത്തിരിക്കുന്ന ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിൽ ഈ വെള്ള വയർ പോസിറ്റീവും കറുപ്പ് നിറത്തിലുള്ള വയർ നെഗറ്റീവുമാണ്. അപ്പോൾ ഈ വെള്ള നിറത്തിലുള്ള വയറിനെ നമ്മൾ ഇവിടെ പോസിറ്റീവ് അഗ്രവുമായിട്ട് സോൾഡർ ചെയ്ത് ഉറപ്പിക്കണം. ഇതുപോലെ പോസിറ്റീവ് അഗ്രവുമായിട്ടും കറുപ്പ് നിറത്തിലുള്ള വയറിനെ നമ്മൾ നെഗറ്റീവ് പോളിലും നമ്മൾ ഉറപ്പിക്കുന്നു, സോൾഡർ ചെയ്തിട്ട് ഉറപ്പിക്കുന്നു. ഇനി അവസാനത്തെ ഘട്ടമാണ്. ഇനി ഇതിന്റെ ഡിഫ്യൂസർ കപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ LED നിർമ്മാണം പൂർത്തീകരിച്ചു. ഇപ്പോൾ ഒരു LED ബൾബിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു LED ബൾബ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവിടെ സോൾഡറിങ് ഞാൻ കാണിച്ചു തന്നിട്ടില്ല, സോൾഡർ ചെയ്യുന്ന വിധം ഞാൻ കാണിച്ചു തന്നിട്ടില്ല. എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു LED ബൾബിന്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇനി ഇത് സർക്യൂട്ടിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ LED ബൾബ് പ്രകാശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഒരു LED ബൾബിന്റെ നിർമ്മാണം. കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, LED ബൾബിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ബേസ് യൂണിറ്റ് ആണ്, ഇത് ഹീറ്റ് സിങ്ക് ആണ്, ഇത് ഡിഫ്യൂസർ കപ്പാണ്. ഇതിന്റെ ഉള്ളിലുള്ള രണ്ട് ഭാഗങ്ങളുണ്ട്, മൂന്ന് ഭാഗങ്ങൾ കൂടിയുണ്ട്. ഇത് LED ചിപ്പാണ്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് പറയും. അത് ഉറപ്പിച്ചിരിക്കുന്നത് ബേസ് പ്ലേറ്റിലാണ്. അതിന്റെ ഉള്ളിലുള്ള AC DC ആക്കി മാറ്റുന്ന ഭാഗം എന്ന് പറയുന്നത് പവർ സപ്ലൈ ബോർഡാണ്. ഇത്രയുമാണ് ഒരു LED ഭാഗങ്ങളെ കുറിച്ചിട്ടും LED നിർമ്മാണത്തെ കുറിച്ചിട്ടും എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്തരത്തിലൊക്കെ നമ്മൾ LED ബൾബ് നമ്മുടെ വീട്ടിലൊക്കെ ധാരാളം LED ബൾബുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ കുറച്ചു കാലം, ചിലപ്പോൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് ചില കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ട് അത് പ്രവർത്തിക്കാതെ വരാറുണ്ട് അല്ലേ? പ്രവർത്തിക്കാതെ വരുമ്പോൾ നമ്മൾ എന്താ സാധാരണ ചെയ്യാറുള്ളത്? നമുക്കത് അത് വലിച്ചെറിയും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യും അല്ലേ? അങ്ങനെ ഡിസ്പോസ് ചെയ്യുന്ന ബൾബുകളെ നമുക്ക് എങ്ങനെ നന്നാക്കിയെടുക്കാം, റിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധാരണഗതിയിൽ ഒരു LED ബൾബിന് സാധാരണയായിട്ട് സംഭവിക്കാവുന്ന രണ്ട് മൂന്ന് കേടുപാടുകളും അതെങ്ങനെ പരിഹരിക്കാം എന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കൂ, അനേകം LED സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ ഒരു LED ബൾബില്.
അപ്പൊ ഈ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒരു LED കേട് വന്നു കഴിഞ്ഞാൽ സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഒറ്റ LED പ്രകാശിക്കില്ല. ഒരു LED കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഒന്നും പ്രകാശിക്കില്ല. അപ്പോൾ നമ്മൾ ഏതാണോ നമ്മൾ കേട് വന്നത് ആ കേട് വന്നത് മാത്രം മാറ്റി ഒരു പുതിയ LED വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ LED ബൾബ് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനാണ് കേടെങ്കിൽ. ഇനി മറ്റ് കേട് എന്ന് പറയുന്നത് നോക്കൂ, പ്രിന്റർ സർക്യൂട്ട് ബോർഡിലെ ഇത് ലോഡ് റെസിസ്റ്റർ എന്ന് പേര് വിളിക്കുന്ന ഭാഗമാണ്. ചിലപ്പോൾ അതിന് കേട് വരാം. ഇത് ഫിൽട്ടർ കപ്പാസിറ്റർ ആണ്. അപ്പൊ ചിലപ്പോൾ ഇതിന് കേടുവരാം. ഇത് റെക്ടിഫയർ ആണ്. ചിലപ്പോൾ അതിനും കേട് സംഭവിക്കാം. അപ്പൊ ഇതിനുള്ള കേട് എങ്ങനെയാ നമ്മൾ തിരിച്ചറിയുന്നത്? കേടുവന്നോ നമുക്കത് കേടുവന്നത് ഏതാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? കേടുവന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ മൾട്ടിമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഏത് ഭാഗത്തിനാണ് LED-ക്കാണോ കേട് സംഭവിച്ചിരിക്കുന്നത്, ഫിൽട്ടർ കപ്പാസിറ്ററിനാണോ കേട് സംഭവിച്ചിരിക്കുന്നത്, ലോഡ് റെസിസ്റ്ററിനാണോ അല്ലെങ്കിൽ റെക്ടിഫയറിനാണോ, ഇതിലേതിന്റെ ആണോ കേട് സംഭവിച്ചിരിക്കുന്നത് ആ കേട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും തിരിച്ചറിയുകയും ആ കേട് വന്ന ഭാഗത്തെ മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് LED ബൾബിനെ വീണ്ടും നമുക്ക് വളരെ കാലം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇങ്ങനെ LED ബൾബ് നമുക്ക് റിപ്പയർ ചെയ്യണമെങ്കിലും LED ബൾബ് നിർമ്മിക്കണമെങ്കിലും നമുക്ക് കുറെ സാധനങ്ങൾ ആവശ്യമില്ലേ? നമുക്ക് നോക്കിയാലോ, LED ബൾബ് നിർമ്മിക്കണമെങ്കിൽ എന്തൊക്കെ ഉപകരണങ്ങളായിരിക്കും നമുക്ക് വേണ്ടത്? നമുക്ക് നോക്കാം. ഓരോന്നോരോന്നായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ആദ്യമായി നമ്മൾക്ക് വേണ്ടത് ഒരു പ്ലെയർ ആണ്. ഒരു പ്ലെയർ, ഇത് LED നിർമ്മാണത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ കട്ടിംഗ് പ്ലെയർ എന്നൊക്കെ നമ്മൾ പറയും ഇത്. പിന്നെ നമ്മൾ വയറുകളെ ഒക്കെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് നമുക്ക് സെല്ലോ ടേപ്പ് വേണം. കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് പൊടി കയറാതെയും അതുപോലെ തന്നെ വൈദ്യുത സർക്യൂട്ട് ഷോർട്ട് ആകാതെയും ഒക്കെ ഇരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ഒരു സാധനമാണിത്. സെല്ലോ ടേപ്പ് എന്ന് നമ്മൾ പറയും. കൂടാതെ നമുക്ക് വേണ്ട മറ്റൊരു ഭാഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, ഈ ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉരുക്കി ബന്ധിപ്പിക്കുന്നതിനായിട്ട് ഒരു സോൾഡറിംഗ് അയൺ നമുക്ക് കൂടിയേ തീരുള്ളൂ. ഈ സോൾഡറിംഗ് അയൺ ഉപയോഗിച്ചുകൊണ്ട് സോൾഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ലെഡ് വേണം. ഇത് സോൾഡറിംഗ് അയൺ, അവയെ ഉരുക്കി യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെഡാണിത്. ലെഡ് ഇത് ഉരുക്കിയാണ് നമ്മൾ അവയെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. ഇത് ഉരുക്കി ബന്ധിപ്പിക്കുന്ന സമയത്ത് നല്ല ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. സോൾഡറിംഗ് പേസ്റ്റ് എന്നൊക്കെ നമ്മൾ ഇതിന് പറയും. ഇതിന്റെ ഉള്ളിൽ സോൾഡറിംഗ് ബാഗ്സ് എന്നൊക്കെ നമ്മൾ ഇതിന് പേര് വിളിക്കാറുണ്ട്. ഒരു മെഴുക് പോലെയുള്ള സാധനമാണ്. ഇതിൽ മുക്കിയാണ് നമ്മൾ സാധാരണയായിട്ട് ഇത് ഉറപ്പിച്ച് നിർത്താറുള്ളത്. സോൾഡർ ചെയ്തിട്ട് ഉറപ്പിച്ച് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് സോൾഡറിംഗ് ബാഗ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് വയറിന്റെ ഒക്കെ ഇൻസുലേഷൻ കളയുന്നതിന് വേണ്ടിയിട്ട് ഒരു വയർ സ്ട്രിപ്പർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. വയർ നമുക്ക് എളുപ്പത്തിൽ സ്ട്രിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ടെസ്റ്റർ, സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ LED ബൾബുകളെ റിപ്പയർ ചെയ്തെടുക്കാനും നിർമ്മിച്ചെടുക്കാനും നമുക്ക് സാധിക്കും. ഇത് കൂടാതെ റിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട മറ്റൊരു ഉപകരണമാണ് ട്വീസർ എന്ന് പേര് വിളിക്കുന്ന മറ്റൊരു ഉപകരണമാണ്. നമുക്ക് ചെറിയ ഭാഗങ്ങളെയൊക്കെ ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഘടകങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്വീസർ എന്ന് പേര് വിളിക്കുന്ന ഉപകരണമാണ്. അപ്പൊ ഇത്രയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പഴയ LED ബൾബുകളെ കേട് ഒക്കെ മാറ്റി നന്നാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ LED ബൾബുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പറയുന്ന ഉപകരണങ്ങളൊക്കെ നമ്മൾക്ക് ആവശ്യമാണ്. അപ്പൊ 2-3 തരത്തിലുള്ള പ്രകാശ സ്രോതസ്സുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെട്ടല്ലോ. ഈ 3 സ്രോതസ്സുകളെയും നമുക്ക് ഒരുമിച്ചൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കിയാലോ? എന്ത് രസമായിരിക്കും കാണാനില്ലേ? നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ സർക്യൂട്ടിൽ നമ്മൾ ആദ്യം പഠിച്ച ഇൻകാൻഡസെന്റ് ലാമ്പ് ഘടിപ്പിക്കുന്നു. രണ്ടാമതായി പഠിച്ച ഡിസ്ചാർജ് ലാമ്പിനെ ഘടിപ്പിക്കുന്നു. അവസാനമായി നമ്മൾ LED ബൾബിനെയും ഘടിപ്പിക്കുന്നു. 3 ഓണാക്കി നോക്കിയാലോ? ഇപ്പോൾ ഏതാണ് പ്രവർത്തിക്കുന്നത്? ഇൻകാൻഡസെന്റ് ലാമ്പാണ് അല്ലേ? അതിന്റെ പോരായ്മയൊക്കെ നമ്മൾ പറഞ്ഞു തന്നു കഴിഞ്ഞു. നമ്മൾ നൽകുന്ന വൈദ്യുത ഊർജം, എനർജി എന്ന് പറയുന്നത് ഹീറ്റായിട്ട് ഇങ്ങനെ വേസ്റ്റ് ആയി പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒഴിവാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു. രണ്ടാമതായി നമ്മൾ പഠിച്ച ഈ ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ച് പഠിച്ചു. അതിന്റെ ഉള്ളിലുള്ള മെർക്കുറി നമ്മുടെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട്
നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ഹാംഫുൾ ആയിട്ടുള്ള ഒരു വസ്തുവായതുകൊണ്ട് നമ്മൾ അതും പിൽക്കാലത്ത് ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. അവസാനമായി നമ്മൾ പഠിച്ച LED ബൾബ്, നല്ല പ്രകാശം പുറപ്പെടുവിക്കുന്ന LED ബൾബ് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ക്ഷമത കൂടിയ ഈ LED ബൾബാണ്. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോന്നിന്റെയും പോരായ്മകളും ദോഷങ്ങളും മെച്ചങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഒരു LED ബൾബിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു LED ബൾബ് എങ്ങനെ നിർമ്മിക്കാമെന്നും എങ്ങനെ റിപ്പയർ ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാമെന്നും നമ്മൾ പഠിച്ചിരിക്കണം. ഇത്രയുമാണ് നമുക്ക് ഈ 1ാം പാഠത്തിൽ പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക, വിലയിരുത്താം. ലെറ്റസ് അസസ് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ അവസാനം നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലാവരും ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ.